ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. പഞ്ചാബ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 2013 താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്നും താഴെ വീണ് തലച്ചോറിന് സാരമായ പരിക്കേറ്റ് കഴിഞ്ഞ 13 വർഷങ്ങളായി അബോധാവസ്ഥയിൽ, തീർത്തും അബോധാവസ്ഥയിൽ, ഇംഗ്ലീഷിൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും, ഒരു ജീവച്ഛവമായി കിടന്നിരുന്ന ഹരീഷ് റാണയുമായി ബന്ധപ്പെട്ടാണ് ഈ ലക്കം പോഡ്കാസ്റ്റ്. ഈ പോഡ്കാസ്റ്റിൽ ജീവിതവും മരണവുമാണ് പ്രശ്നം. സുഖമായി മരിക്കുവാനുള്ള അവകാശം നമുക്കില്ലേ എന്ന ചോദ്യമാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ വിഷയം. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിനും ആമുഖമായി ഞാൻ പറയാറുള്ള അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ദില്ലി ദാലി പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 13 വർഷമായി അബോധാവസ്ഥയിലായിരുന്നു ഹരീഷ് റാണ. ഈ കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി വൈകിട്ട് 4:10 ഹരീഷ് റാണ മരിച്ചത്. വെറും 31 വയസ്സേ ഹരീഷ് റാണയ്ക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ പഞ്ചാബ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് 2013 കെട്ടിടത്തിൻ്റെ 4ാം നിലയിൽ നിന്നും താഴെ വീണതിനെ തുടർന്ന് പരിക്കേറ്റതാണ് ഹരീഷ് റാണയ്ക്ക്. അന്നു മുതൽ ഹരീഷ അബോധാവസ്ഥയിലാണ്, ആശുപത്രിയിലാണ്. നീണ്ട ഈ ദുരിതം കണ്ടിട്ട് മനം മടുത്തിട്ടാണ് ഹരീഷ് റാണയുടെ അച്ഛനും അമ്മയും ഇന്ത്യയുടെ നീതിന്യായ കോടതിയെ സമീപിക്കുന്നത്. മകനെ മരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. വൈദ്യഭാഷയിൽ യുത്തനേഷ്യ എന്ന് പറയുന്ന ദയാവധമാണ് അവർ ആഗ്രഹിച്ചത്. ദയാമരണം, ഞാൻ വധം എന്ന് പറയില്ല, ദയാമരണമാണ് അവർ അവരുടെ കുഞ്ഞിന് വേണ്ടി അപേക്ഷിച്ചത്. ഇന്ത്യയുടെ നിയമം അതിന് അനുവദിക്കുന്നതല്ലായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ പരമോന്നത കോടതി, സുപ്രീം കോടതി, ഹരീഷ് റാണയ്ക്ക് ദയാമരണം അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. പാസീവ് യുത്തനേഷ്യ എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയും. യുത്തനേഷ്യ എന്നത് 2 തരമുണ്ട്. പാസീവ് യുത്തനേഷ്യയുണ്ട്, ആക്റ്റീവ് യുത്തനേഷ്യയുണ്ട്. ആ വിശദാംശങ്ങളിലേക്ക് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ പിന്നീട് പോകുന്നതാണ്. ഏതായാലും ഏറ്റവും പരമപ്രധാനമായ ഒരു ചോദ്യമാണ് ഈ പോഡ്കാസ്റ്റ് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അനായാസേന മരണം എന്ന് നമ്മൾ പറയാറില്ലേ? അനായാസേനയുള്ള മരണം നാം ആഗ്രഹിക്കുന്നു സ്വാഭാവികമായും. എന്നാൽ ചില പ്രത്യേക ശാരീരിക അവസ്ഥകളിൽ, ചില മനുഷ്യരുടെ ദുരിതങ്ങളിൽ അവരുടെ ദുരിതം നീണ്ടു പോവുകയാണ്. അതൊന്ന് അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ലേ? അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആധുനിക മനുഷ്യന് ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഹരീഷ് റാണയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. യുത്തനേഷ്യ എന്ന വാക്ക് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണ്. നല്ല മരണം എന്നാണ് അതിന് അർത്ഥം. അനായാസേന മരണം എന്ന് പറയുന്നത് നല്ല മരണം എന്നാണ് യുത്തനേഷ്യയുടെ അർത്ഥം. നല്ല മരണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് യുത്തനേഷ്യ. ചില ഭാഗ്യവന്മാർ യുത്തനേഷ്യ ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ മരിക്കും. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അങ്ങ് മരിക്കും. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. അവരുടേതല്ലാത്ത കാരണത്താൽ ദീർഘമായ ദുരിതത്തിലേക്ക്, രോഗാതുരമായ കാലങ്ങളിലേക്ക് ജീവിതം തള്ളപ്പെടുകയും അങ്ങനെ ദുരിതപൂർണമായി ജീവിക്കുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ട്. ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ അവർ ജീവിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ധാർമ്മികമായ ഒരു ഇടപെടലിനെ കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റ് ചർച്ച ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ അനുമതി പ്രകാരമാണ് ഹരീഷ് റാണയുടെ വധം അല്ലെങ്കിൽ ഹരീഷ് റാണയ്ക്ക് മരണം അനുവദിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ലോകത്തിൽ പല രാജ്യങ്ങളിലും
യുത്തേനേഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ പലതരത്തിലാണ്. ഇതിൽ സ്വയം സന്നദ്ധമായിട്ടുള്ള ഈ മരണം, വോളണ്ടറി യുത്തേനേഷ്യ എന്ന് പറയുന്നത്, നിയമപ്രകാരം നിയമാനുസാരിയായിട്ടുള്ള ഈ വോളണ്ടറി യുത്തേനേഷ്യ അനുവദിച്ചിരിക്കുന്ന രാജ്യങ്ങൾ നെതർലാൻഡ്സും ബെൽജിയവും ലക്സംബർഗുമാണ്. ഇതിൽ ബെൽജിയത്തിൻ്റെ ഒരു പ്രത്യേകത, ഈവൻ വളരെ കുട്ടികൾക്ക് പോലും ഇത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ബെൽജിയം അനുവദിക്കുന്നുണ്ട് എന്നതാണ്. ഇനി കൺട്രീസ് അലോയിങ് അസിസ്റ്റഡ് സൂയിസൈഡ്, അതായത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയുള്ള, അത് ആക്റ്റീവ് യുത്തേനേഷ്യ അല്ല, അസിസ്റ്റഡ് സൂയിസൈഡ്, അതായത് ഡോക്ടർമാർ പരിശോധിക്കുകയും ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഈ മരണം അനുവദിക്കുകയും, എന്നാൽ സ്വയം ഈ രോഗി മരിക്കുകയാണ്, സ്വയം രോഗി മരിക്കാൻ തീരുമാനിക്കുകയും മരണത്തിനുള്ള ഉപാധി എന്താണെന്ന് വെച്ചാൽ ആ ഉപാധി സ്വീകരിക്കുകയും ചെയ്യുക. അത് ഒരു സഹായകരമായ അസിസ്റ്റഡ് സൂയിസൈഡാണ്. അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും ഓസ്ട്രിയയിലും അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലും ആണ് അസിസ്റ്റഡ് സൂയിസൈഡ്. ഇങ്ങനെ അസിസ്റ്റഡ് സൂയിസൈഡ് അടുത്ത കാലത്ത് ചെയ്ത ആളാണ് പ്രശസ്തനായ തരംഗ സൃഷ്ടാവായ ഫ്രഞ്ച് ചലച്ചിത്ര സംവിധായകൻ ഗൊദാർഡ്. അത് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ കുറച്ചു നേരത്തിന് ശേഷം അതേക്കുറിച്ച് സംസാരിക്കാം. ഈ സൂയിസൈഡും ആത്മഹത്യയും അസിസ്റ്റഡ് സൂയിസൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇമ്പൾസീവായിട്ട് വൈകാരികമായ ഒരു വിക്ഷോഭത്തിൽ ഒരാൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആളുകൾ ചെയ്യുന്ന സ്വയം ഹത്യയാണ് ആത്മഹത്യ എന്നുള്ളത്. എന്നാൽ അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രപരമായ സഹായത്തോടുകൂടി, നിയമസംരക്ഷണയോടുകൂടി ഒരാൾ മരണം തിരഞ്ഞെടുക്കുന്നതാണ്. ആത്മഹത്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അസിസ്റ്റഡ് സൂയിസൈഡ് എന്നത്. 13 കൊല്ലത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഹരീഷ് റാണയുടെ മാതാപിതാക്കൾക്ക് അവരുടെ മകനെ മരണത്തിലേക്ക് അയക്കാൻ ഉള്ള അനുമതി ഇന്ത്യയുടെ സുപ്രീം കോടതി നൽകിയത്. ജസ്റ്റിസ് JB പർദിവാല ആണ് ഈ വിധി പ്രസ്താവം നടത്തിയത്. ആ വിധി പ്രസ്താവം വില്യം ഷേക്സ്പിയറുടെ ഒരു പ്രശസ്തമായ വാചകത്തോടു കൂടിയാണ് ഈ ജഡ്ജ്മെന്റ് ആരംഭിച്ചത് തന്നെ. ടു ബി ഓർ നോട്ട് ടു ബി എന്ന പ്രശസ്തമായ ഷേക്സ്പിയർ വാചകം. ജീവിക്കണോ വേണ്ടയോ, ജീവിക്കുകയോ മരിക്കുകയോ എന്ന ചോദ്യമാണ് ആ വിധി പ്രസ്താവത്തിൽ ഉള്ളത്. കൊല്ലാനുള്ള അവകാശം മനുഷ്യനുണ്ടോ, വേറൊരു മനുഷ്യനെ കൊല്ലാനുള്ള അവകാശം മനുഷ്യനുണ്ടോ എന്നത് വലിയൊരു ധാർമ്മിക വിഷയം തന്നെയാണ്. ബൈബിളിൽ പറയുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തെ മനുഷ്യൻ വധിക്കുകയാണെങ്കിൽ അത് ദൈവത്തെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. ഇത് ഒരു മതപരമായ ദർശനമാണ്. എന്നാൽ എന്തിനാണ് ദൈവം ഇങ്ങനെ ദൈവത്തിൻ്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യവും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കടുവയുടെ ദൈവം കടുവയുടെ രൂപത്തിലല്ലേ, പുലിയുടെ ദൈവം പുലിയുടെ രൂപത്തിലല്ലേ, ഉറുമ്പിൻ്റെ ദൈവം ഉറുമ്പിൻ്റെ രൂപത്തിലല്ലേ? എന്തിനാണ് എല്ലാ ജീവജാലങ്ങളുടെയും ദൈവം ഇങ്ങനെ മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു ദാർശനികമായ ചോദ്യമാണ്. ഇനി ഈ പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഓസ്ട്രേലിയൻ ദാർശനികരായ പീറ്റർ സിംഗറിലേക്കാണ്. പീറ്റർ സിംഗർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ ദാർശനികനാണ്. അദ്ദേഹം ഒരു യൂട്ടിലിറ്റേറിയൻ ഫിലോസഫറാണ്, പ്രായോഗികവാദിയായ ഫിലോസഫറാണ്. പ്രായോഗികമായ ധാർമ്മികത, പ്രാക്ടിക്കൽ എത്തിക്സ് എൻ്റെ ഒരു പ്രയോക്താവായിട്ടുള്ള ദാർശനികനാണ്. പീറ്റർ സിംഗർ യൂത്തനേഷ്യ എന്ന ഈ ദയാവധം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായി പഠിക്കുകയും ഗൗരവതരമായി എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, വാട്ട് റെഡ്യൂസസ് സഫറിങ് ആൻഡ് റെസ്പെക്ട്സ് മീനിങ് ലൈഫ് എന്ന ചോദ്യമാണ്. സഹനം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ അർത്ഥപൂർണമായി ജീവിക്കാം എന്ന ഒരു ചോദ്യമാണ് പീറ്റർ സിംഗർ ഈ വിഷയങ്ങളിൽ എപ്പോഴും ഉന്നയിക്കുന്നത്. റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി,
റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടുകൂടി ജീവിക്കുവാനും അന്തസ്സോടുകൂടി മരിക്കുവാനുമുള്ള അവകാശം മനുഷ്യനുണ്ട് എന്നാണ് പീറ്റർ സിംഗർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പീറ്റർ സിംഗർ ഈ ദയാവധം എന്ന യുത്തനേഷ്യ എന്ന് പറയുന്ന വിഷയത്തെ സമീപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം, ഇഫ് കണ്ടിന്യൂയിങ് ലൈഫ് ഈസ് എക്സ്ട്രീം സഫറിങ്, എൻഡിങ് ലൈഫ് ഈസ് എ റിലീഫ് എന്നാണ്. ജീവിതം തുടരുക എന്നത് പറയുന്നത് അതിസഹനമാണെങ്കിൽ മരണം തീർച്ചയായും അത്തരക്കാർക്ക് ഒരാശ്വാസമായിരിക്കും എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും യുത്തനേഷ്യയ്ക്ക് എതിരാണ്. മതങ്ങൾ സ്വന്തം മതത്തിന്റെ സംരക്ഷണത്തിനും സ്വന്തം മതത്തിന്റെ അധികാരം നിലനിർത്തുവാനും വേണ്ടി മതങ്ങൾ എത്രയോ മനുഷ്യരെ കൊന്നു തള്ളിയിരിക്കുന്നു. എങ്കിൽ പോലും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രയാസമായിട്ടുള്ള ഒരു രോഗിയുടെ വധത്തിന്റെ കാര്യത്തിൽ മതങ്ങൾക്ക് വലിയ യാഥാസ്ഥിതിക നിലപാടുകളാണുള്ളത് എന്നതാണ്. പക്ഷെ പീറ്റർ സിംഗർ പറയുന്നത് വാട്ട് മാറ്റേഴ്സ് ഈസ് ക്വാളിറ്റി ഓഫ് ലൈഫ്, നോട്ട് ജസ്റ്റ് ബീയിങ് എലൈവ് എന്നുള്ളതാണ്. ഗുണമേന്മയുള്ള ജീവിതം ആണ് വെറുതെ ജീവിച്ചിരിക്കുന്നതിലും നല്ലത് എന്ന ലളിതമായ ദാർശനിക വാക്യമാണ് പീറ്റർ സിംഗർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വേറൊരു ഒരു ഫിലോസഫിക്കൽ പൊസിഷൻ ഉണ്ട്, ബയോളജിക്കൽ ഹ്യൂമൻ ലൈഫ് വേഴ്സസ് പേഴ്സൺ ഇൻ എ മോറൽ സെൻസ് എന്നുള്ളതാണ്. ബയോളജിക്കൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ജീവിയായ ഒരു മനുഷ്യൻ ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ് ആണ്. എന്നാൽ പേഴ്സൺ ഇൻ എ മോറൽ സെൻസ് എന്നുള്ളതാണ്. ധാർമ്മിക ബോധമുള്ള ഒരാൾ, പേഴ്സൺ ഇൻ എ മോറൽ സെൻസ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് പീറ്റർ സിംഗറിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരാൾക്ക് ഈ പേഴ്സൺ ഇൻ എ മോറൽ സെൻസ് എന്ന് പറയുന്ന ആൾക്ക് സ്വബോധമുള്ളയാളാണ്. വെറുതെയുള്ള ഒരു ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ് അല്ല അത്. അദ്ദേഹത്തിന് ഭാവിയെക്കുറിച്ച് ആലോചിക്കാനും ഭൂതകാലത്തെക്കുറിച്ച് ആലോചിക്കാനും വർത്തമാനകാലത്തെ അതുമായി ബന്ധപ്പെട്ടിട്ട് രൂപപ്പെടുത്താനും ഉള്ള ശേഷി ഉണ്ട്. ഇങ്ങനെയുള്ള എ പേഴ്സൺ ഇൻ എ മോറൽ സെൻസ് ആണ് ജീവിതത്തിൻ്റെ വഴി അടയുമ്പോൾ തനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരാനേ കഴിയില്ല എന്ന അവസ്ഥ വരുമ്പോൾ മരിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുവാൻ നിയമം അനുവദിക്കുന്നില്ല, സാമൂഹിക വ്യവസ്ഥയും അത് അംഗീകരിക്കുന്നില്ല. ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആയിട്ടുള്ള, ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വൈദ്യശാസ്ത്രം പോലും പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർമാർ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മോറൽ സ്റ്റാറ്റസ് എന്താണ്, അദ്ദേഹത്തിന് അന്തസ്സോടുകൂടി മരിക്കാൻ അനുവദിക്കണ്ടേ എന്നുള്ളതാണ് ഈ പ്രാക്ടിക്കൽ എത്തിക്സിന്റെ പ്രായോഗിക ധാർമ്മികതയുടെ ദാർശനികനായിട്ടുള്ള പീറ്റർ സിംഗർ ചോദിക്കുന്നത്. പീറ്റർ സിംഗർ ഈ വോളണ്ടറി ആയിട്ടുള്ള യൂത്തനേഷ്യയെ പിന്തുണയ്ക്കുന്ന ആളാണ്. പീറ്റർ സിംഗറിന്റെ മറ്റൊരു ചോദ്യം കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാം. ആർ വി പ്രിസർവിംഗ് ലൈഫ് ഓർ പ്രൊലോങ്ങിങ് സഫറിംഗ്? നിരന്തര സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഇപ്പോൾ ലഭ്യമായ എല്ലാ വൈദ്യശാസ്ത്ര തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, സാധാരണ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ ഒരു വ്യക്തിയുടെ മരണം മാറ്റിവെക്കുന്നത് വഴി നാം ആ ജീവിതത്തെ സംരക്ഷിക്കുന്നുണ്ട്. ആർ വി പ്രിസർവിംഗ് ദാറ്റ് ലൈഫ് ഓർ ആർ വി പ്രൊലോങ്ങിങ് ഹെയർ ഓർ ഹിസ് സഫറിങ്? അവരുടെ സഹനത്തിന്, അവരുടെ സഹനം വീണ്ടും വീണ്ടും, ആ സഹനകാലം വീണ്ടും വീണ്ടും തുടരാൻ അവരെ അനുവദിക്കുകയല്ലേ, അല്ലാതെ ആ ജീവിതം സംരക്ഷിക്കുകയല്ലോ നമ്മൾ ചെയ്യുന്നത് എന്നതാണ് പീറ്റർ സിംഗറിന്റെ ചോദ്യം. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അനുകമ്പ എന്ന് പറയുന്നത് ചില മനുഷ്യാവസ്ഥകളിലെങ്കിലും മരിക്കാൻ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഹരീഷ് റാണ എന്ന 33-കാരൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ജീവിതം വെറുതെ നിലനിൽക്കുന്നത് മാത്രം ആയിരിക്കരുത്, ജീവിതം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കണം എന്നുള്ളത്. അതാണ് വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ ഗാനത്തിൽ
മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ എന്ന ചോദ്യം. ഇതുതന്നെയാണ് വൈ വി ഡൈ എന്ന പ്രശസ്തമായ പുസ്തകത്തിൽ നോബൽ സമ്മാനാർഹനായ വെങ്കി രാമകൃഷ്ണൻ എന്ന ശാസ്ത്രജ്ഞനും ചോദിച്ചത്. അന്തസ്സോടുകൂടി മരിക്കുകയല്ലേ നീണ്ട കാലം ജീവിച്ചിരിക്കുന്നതിലും നല്ലത് എന്ന ചോദ്യം അദ്ദേഹം ആ പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്. പോഡ്കാസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, ഞാൻ ആമുഖമായ ആമുഖ വാചകങ്ങളിൽ ഒന്നിൽ ഗൊദാർദിന്റെ മരണത്തിനെ കുറിച്ച് ലോക ചലച്ചിത്രവേദിയിൽ തന്നെ, ലോക ചലച്ചിത്ര കലയുടെ തന്നെ മുഖം മാറ്റിമറിച്ച വിപ്ലവകാരിയായ ചലച്ചിത്രകാരൻ, ഫ്രഞ്ച് ചലച്ചിത്രകാരൻ ഗൊദാർദ് 91-ാമത്തെ വയസ്സിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് അസിസ്റ്റഡ് സൂയിസൈഡ് തയ്യാറാവുകയായിരുന്നു. അങ്ങനെയാണ് ഗൊദാർദ് അന്തരിച്ചത് കുറച്ചു കൊല്ലങ്ങൾക്ക് മുൻപ്. ഗൊദാർദ് ജീവിതത്തിൽ ഉടനീളം കർമ്മശേഷിയുടെ പ്രതീകമായിരുന്നു. അസാധാരണങ്ങളായ ചലച്ചിത്രങ്ങൾ ലോകത്തിന് നൽകിയതാണ്. എന്നാൽ അവസാന കാലത്ത് ഇനി ക്രിയേറ്റീവായിട്ട് തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായ സമയത്ത്, ഇനി തന്നെ കൊണ്ട് ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല, ഇനി തന്നെ കൊണ്ട് മനുഷ്യരാശിക്ക് പുതുതായിട്ട് യാതൊരു സംഭാവനകളും തരാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഗൊദാർദ് സ്വയം മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന സ്വിറ്റ്സർലൻഡിൽ അതിന് നിയമാനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പരസഹായത്തോടു കൂടിയുള്ള ആത്മഹത്യ ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 2024 സ്പാനിഷ് ചലച്ചിത്രകാരൻ പെഡ്രോ അൽമോദോവർ സംവിധാനം ചെയ്ത ദ റൂം നെക്സ്റ്റ് ഡോർ എന്ന ചലച്ചിത്രമാണ്. ഈ ചലച്ചിത്രവും ഈ വിഷയം അതിശക്തമായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ലോകമഹായുദ്ധങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു വാർ റിപ്പോർട്ടറായിട്ടുള്ള ഒരു പത്രപ്രവർത്തക, സജീവമായി ജീവിച്ച ഒരു പത്രപ്രവർത്തക, ജീവിതത്തിൻ്റെ അവസാന സമയത്ത് മാരകമായ അർബുദത്തിന് അടിമയാവുകയും അമേരിക്കയിൽ താമസിക്കുമ്പോൾ അവിടെ നിയമാനുവാദമില്ലാത്തതുകൊണ്ട്, അസിസ്റ്റഡ് സൂയിസൈഡിന് നിയമാനുവാദമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിക്കുകയും അങ്ങനെ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഈ കാര്യം ഒരു വലിയ നോവലിസ്റ്റിനോട്, അവരുടെ സുഹൃത്തായിട്ടുള്ള വലിയൊരു നോവലിസ്റ്റിനോട് സംസാരിക്കുകയും ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് തൻ്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ താങ്കൾ താമസിക്കണമെന്ന് ഈ കൂട്ടുകാരിയോട് അഭ്യർത്ഥിക്കുകയും അങ്ങനെ ദ റൂം നെക്സ്റ്റ് ഡോർ, ഈ യുദ്ധ റിപ്പോർട്ടറായിട്ടുള്ള ഈ വൃദ്ധ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ വലിയൊരു എഴുത്തുകാരി താമസിക്കുകയും കൂടെ ചെയ്യുന്ന, നമ്മളെ പിടിച്ചുലയ്ക്കുന്ന 2024 ഒരു ചിത്രമാണ് ദ റൂം നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്നത്. ഈ ഗൊദാർദിൻ്റെ ചലച്ചിത്രത്തെക്കുറിച്ചും ഗൊദാർദിൻ്റെ മരണത്തെക്കുറിച്ചും ഗൊദാർദ് സ്വയം തിരഞ്ഞെടുത്ത സ്വയം ഹതിയെക്കുറിച്ചും പെഡ്രോ അൽമോദോവാറിൻ്റെ 2024 സിനിമയെക്കുറിച്ചും ആനുഷംഗികമായി ഞാൻ ഈ അവസരത്തിൽ പരാമർശിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ജീവിതം എന്നത് വെറുതെ നമ്മൾ ശ്വസിക്കുന്നതല്ല. ശ്വസിക്കുന്ന ഒരു ജീവിതം ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വെറുതെ ശ്വാസോച്ഛ്വാസം കഴിച്ച് വർഷങ്ങളോളം ജീവിക്കുന്ന ജീവിതമല്ല എന്നത് തന്നെയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു ബോധാനുഭവമാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു ഗുണമേന്മയാണ്. അതുതന്നെയാണ് ദാർശനികരും ചലച്ചിത്ര സംവിധായകരും എഴുത്തുകാരും ഇപ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതിയും എല്ലാം നമ്മോട് പറഞ്ഞത്. നിയമം അത്ര എളുപ്പത്തിൽ ഉത്തരം ഒന്നിനും തരാറില്ല. ഇന്ത്യയിലെ സുപ്രീം കോടതി വളരെ സൂക്ഷ്മമായ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. ജീവിതം അവസാനിപ്പിക്കുവാൻ അത് അനുവാദം നൽകിയില്ല, പക്ഷേ അത് സ്വാഭാവികമായി അവസാനിക്കുവാൻ അനുവദിക്കുകയായിരുന്നു. ഹരീഷ് റാണയുടെ സ്വാഭാവിക മരണത്തിന് കോടതി അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഗൊദാർദ് ചെയ്തതുപോലെയുള്ള ഒരു അസിസ്റ്റഡ് സൂയിസൈഡ് ഇന്ത്യൻ കോടതി ഇപ്പോഴും അനുവദിക്കുന്നില്ല. എന്നാൽ വൈദ്യശാസ്ത്രം കൊണ്ട് മാത്രം ജീവൻ നിലനിൽക്കുന്ന ഹരീഷ് റാണയെ മരിക്കാൻ സാധാരണ രീതിയിൽ ആ സപ്പോർട്ട് സിസ്റ്റം അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഹരീഷ് റാണ മരിക്കുകയാണ്. അങ്ങനെ ആ സപ്പോർട്ട് സിസ്റ്റം മാറ്റാൻ കോടതി അനുവദിച്ചു എന്നത് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സുപ്രീം കോടതി ചെയ്തത്. അതായത് ഇന്ത്യൻ കോടതിയുടേത് ഒരു മധ്യ നിലപാടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഗൊദാർദിനെ പോലെ ഒരാൾക്ക് ഇവിടെ അങ്ങനെ മരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്.
ലിവിങ് വില്ലിൽ എഴുതി വയ്ക്കുക എന്നൊക്കെ പറയുന്നത്. എങ്ങനെ മരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കുക. രോഗം വന്നു കഴിഞ്ഞാൽ ഈ രോഗത്തിന് മരുന്നില്ല എങ്കിൽ ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുക സാധ്യമല്ല എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ദുരിതപൂർണമായ ജീവിതം, ഈ ദ റൂം നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ 2ാം ലോക മഹായുദ്ധം റിപ്പോർട്ട് ചെയ്തു, ഞാൻ ഇറാഖ് വാർ യുദ്ധം റിപ്പോർട്ട് ചെയ്തു, ലോകത്തിലെ എത്രയോ യുദ്ധമേഖലകളിൽ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയി റിപ്പോർട്ട് ചെയ്തു, ഞാൻ സാഹസികമായി ജീവിച്ച ഒരാളാണ്, സാഹസികമായി ജീവിച്ച എൻ്റെ ജീവിതവും എൻ്റെ ഈ ശരീരവും ഇത്തരം വേദന അർഹിക്കുന്നില്ല എന്ന് ആ നായിക മരണത്തിന് മുമ്പ് പറയുന്ന ഒരു വാചകമുണ്ട്. അപ്പോൾ അന്തസ്സോടുകൂടി മരിക്കാനുള്ള അവകാശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി വെച്ച് നോക്കുമ്പോൾ വളരെ സുതാര്യമായ വ്യക്തമായ ഒരു ഉത്തരവൊന്നും ഈ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും സുതാര്യമായ വ്യക്തമായ ഉത്തരമുണ്ട് എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവ് ഇതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. മരണം എന്നത് ഒരു വൈദ്യശാസ്ത്ര പ്രശ്നം മാത്രമല്ല, മരണം എന്നത് ഒരു നിയമപ്രശ്നം മാത്രമല്ല, അത് ദാർശനികവും അത്യന്തം വ്യക്തിപരവുമായ ഒരു പ്രശ്നമാണ്. ജീവിതം പോലെ തന്നെ മരണവും ഒരു തീവ്ര അനുഭവമാണ്. ജീവിതം എപ്പോൾ അവസാനിപ്പിക്കണം എന്നത് മനുഷ്യൻ്റെ അവകാശമാണോ അതോ അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണോ? അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കൂടുതൽ ധാർമ്മികമായിരിക്കും. ആ ചോദ്യം ഇങ്ങനെ ഇവിടെ തുറന്നു കിടക്കട്ടെ. മരിക്കാനുള്ളത് മനുഷ്യൻ്റെ അവകാശമാണോ അതോ മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണോ എന്നത്. കാരണം ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായും മനസ്സിലാകാത്തിടത്തോളം മരണത്തിൻ്റെ അർത്ഥവും നമുക്ക് ഒരിക്കലും പൂർണ്ണമായും മനസ്സിലാവില്ല. ദില്ലിദാലി പോഡ്കാസ്റ്റിൻ്റെ ഈ രക്കം ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട എല്ലാ സുമനസ്സുകൾക്കും നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.